നോട്ട് അസാധുവാക്കൽ നടപടിയിൽ ഭരണഘടനാ ലംഘനം സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി. വിഷയം 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് കൈമാറി. പൊതുമേഖലാ ബാങ്കുകൾക്ക് സമാനമായി സഹകരണ ബാങ്കുകളിലും പണം ഉറപ്പുവരുത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. വിവേചനം അവസാനിപ്പിക്കണമെന്നും കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. അതേസമയം ആശുപത്രി സേവനങ്ങൾക്കുൾപ്പെടെ ഇളവ് നൽകണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല. നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട ഹർജികളിൽ അടിയന്തരമായാണ് സുപ്രീം കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിൽ ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതിനാൽ 5 അംഗ വിപുലമായ ബെഞ്ച് കേസ് പരിഗണിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ നോട്ട് അസാധുവാക്കലുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈക്കോടതികളിലുള്ള മുഴുവൻ ഹർജികളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അതേസമയം സഹകരണ ബാങ്കുകളുടെ വിഷയത്തിൽ അടിയന്തരമായി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. എന്നാൽ പൊതുമേഖലാ ബാങ്കുകൾക്ക് ആനുപാതികമായി സഹകരണ ബാങ്കുകളിലും റിസർവ് ബാങ്ക് പണം നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാർ സഹകരണ ബാങ്കുകളോട് പുലർത്തുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും ഉത്തരവിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കി. നേരത്തെ ഭരണഘടനാ ലംഘനം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തങ്ങളുടെ നിലപാടറിയാതെ ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഭരണഘടനാ ബെഞ്ചിൽ വിട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ നിയമസാധ്യത വിലയിരുത്തും. അത് നിയമപരമല്ലെങ്കിൽ ഈ എടുത്ത തീരുമാനം സെറ്റിസൈഡ് ചെയ്യും. ആശുപത്രികൾ പോലെ അടിയന്തര സേവനം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പഴയ നോട്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം ഈ മാസം 15-ന് അവസാനിച്ചിരുന്നു. അതിനാൽ ഇതിന്റെ സമയക്രമം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലും സുപ്രീം കോടതി ഇടപെടാൻ തയ്യാറായില്ല. ഇക്കാര്യത്തിലും കേന്ദ്ര സർക്കാരിന് തീരുമാനം കൈക്കൊള്ളാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. നോട്ട് പിൻവലിക്കൽ വിഷയത്തിലെ ഭരണഘടനാ സാധ്യത ചർച്ച ചെയ്യാൻ ഭരണഘടനാ ബെഞ്ചിന് കേസ് കോടതി വിട്ടെങ്കിലും ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുന്ന നിർദ്ദേശങ്ങളൊന്നും കോടതിയിൽ നിന്ന് ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമായി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കറൻസി നോട്ടുകൾ പുറത്തിറക്കാൻ ശേഷിയില്ലാതെ രാജ്യത്ത് നോട്ട് അച്ചടി കേന്ദ്രങ്ങൾ. കഴിഞ്ഞ 2 വർഷങ്ങളിലും ആവശ്യത്തിനനുസരിച്ച് നോട്ട് അച്ചടിച്ച് പുറത്തിറക്കാൻ നോട്ട് അച്ചടി സ്ഥാപനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നോട്ട് പിൻവലിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ച കറൻസി ആവശ്യം നിറവേറ്റാൻ അച്ചടി കേന്ദ്രങ്ങൾക്ക് കഴിയുകയുമില്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 2 സ്ഥാപനങ്ങളാണ് നോട്ടുകൾ അച്ചടിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ആവശ്യമുള്ള അത്രയും നോട്ടുകൾ അച്ചടിക്കാൻ ഈ 2 സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. 2014-2015 സാമ്പത്തിക വർഷത്തിൽ 2420 കോടി കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ കരാർ നൽകിയപ്പോൾ 2360 നോട്ടുകൾ മാത്രമാണ് അച്ചടി സ്ഥാപനങ്ങൾ പ്രിന്റ് ചെയ്തത്. 2015-2016 സാമ്പത്തിക വർഷത്തിൽ 2390 കോടി നോട്ടുകൾ അച്ചടിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ സ്ഥാപനങ്ങൾ അച്ചടിച്ചു നൽകിയത് 2120 കോടി നോട്ടുകൾ മാത്രം. മുൻ വർഷങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ആവശ്യത്തെക്കാൾ 10 മുതൽ 15% വരെ കുറവാണ് സ്ഥാപനങ്ങളുടെ അച്ചടി ശേഷി. പഴയ കണക്കുകൾ ഇങ്ങനെയാണെന്നിരിക്കെ നോട്ട് പിൻവലിച്ചതിനെ തുടർന്നുള്ള വർദ്ധിച്ച ആവശ്യം നിറവേറ്റാൻ ഈ കേന്ദ്രങ്ങൾക്ക് കഴിയില്ലെന്നാണ് വിലയിരുത്തൽ. 15.5 ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന 1500 രൂപ നോട്ടുകളാണ് അസാധുവാക്കിയത്. അതിനുശേഷം അച്ചടി പൂർത്തിയാക്കിയത് 5 ലക്ഷം കോടിയുടെ നോട്ടുകൾ മാത്രം. നിലവിലെ ശേഷി ഉപയോഗിച്ച് സമയബന്ധിതമായി ബാക്കിയുള്ള അച്ചടി പൂർത്തിയാക്കാൻ നോട്ടച്ചടി സ്ഥാപനങ്ങൾക്ക് കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ്. ആവശ്യാനുസരണം നോട്ടച്ചടി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ രാജ്യത്തെ കറൻസി അച്ചടി സ്ഥാപനങ്ങൾ പരാജയമാണെന്ന് റിസർവ് ബാങ്കിന്റെ മുൻവർഷത്തെ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. വർഷങ്ങളായുള്ള ഈ ന്യൂനത പോലും പരിഹരിക്കാതെയാണ് നോട്ട് അസാധുവാക്കിയ നടപടിയെന്നതും ഇപ്പോഴത്തെ നോട്ട് ദൗർലഭ്യത്തിന് കാരണമാകുന്നു. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. ഭിന്നശേഷി അവകാശ ബിൽ പാസ്സായതിന്റെ സന്തോഷം പങ്കിടാൻ ഭിന്നശേഷിക്കാർ ദില്ലിയിലെ CPM ആസ്ഥാനമായ AKG ഭവനിലെത്തി. ഭിന്നശേഷി അവകാശ ബിൽ പാർലമെന്റിൽ പാസ്സാക്കുന്നതിനായി CPM നടത്തിയത് നിർണായക ഇടപെടലുകളാണ്. ഭിന്നശേഷിക്കാരായ 50ഓളം പേരാണ് AKG ഭവനിലെത്തി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കണ്ട് നന്ദി അറിയിച്ചത്. ഭിന്നശേഷിക്കാരുടെ അവകാശത്തിനായി പാർലമെന്റിനകത്തും പുറത്തും നിരന്തരം ശബ്ദമുയർത്തിയ ഒരേയൊരു രാഷ്ട്രീയ കക്ഷിയാണ് CPIM. ഭിന്നശേഷി അവകാശ ബിൽ പാസ്സാകുമ്പോൾ അതിനുള്ള നന്ദി രേഖപ്പെടുത്താനാണ് ഇവർ AKG ഭവനിൽ എത്തിയിരിക്കുന്നത്. മനസ്സും കണ്ണും നിറഞ്ഞാണ് അവർ ദില്ലിയിലെ CPIM ആസ്ഥാനത്തെത്തിയത്. 2014 CPIM ഉൾപ്പെടെ ഇടത് പാർട്ടികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഭിന്നശേഷി അവകാശ ബിൽ രാജ്യസഭ പാസാക്കിയിരുന്നെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടും ബിൽ പരിഗണിക്കാൻ ഇപ്പോഴത്തെ NDA സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്ന് CPIMന്റെ നേതൃത്വത്തിൽ ദേശീയ ഭിന്നശേഷി അവകാശ സംരക്ഷണ വേദി പ്രക്ഷോഭത്തിനിറങ്ങി. ഒടുവിൽ ബിൽ രാജ്യസഭയുടെ പരിഗണനയിലെത്തിയപ്പോഴും സുപ്രധാന ഭേദഗതികൾ നിർദ്ദേശിച്ചത് CPIM MPമാരായ സീതാറാം യെച്ചൂരി, CP നാരായണൻ, KK രാഗേഷ് എന്നിവർ. We are very grateful
that to CPM and particularly Sitaramji for giving their support. ഭിന്നശേഷി അവകാശ ബിൽ പാസ്സായതിലൂടെ സ്വാഭാവിക നീതിയാണ് നടപ്പാവുന്നതെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. Well, this was a big, long battle, a long struggle. It went on for many years. ഇനി അങ്ങോട്ടും അവകാശ പോരാട്ടങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമെന്ന ഉറപ്പും വാങ്ങിയാണ് AKG ഭവനിൽ നിന്നും എല്ലാവരും സന്തോഷത്തോടെ മടങ്ങിയത്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. കോട്ടയം നാട്ടകം പോളിടെക്നിക്കിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ. ഇരിങ്ങാലക്കുട സ്വദേശി അവിനാശാണ് വൃക്ക തകരാർ മൂലം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കഠിനമായ വ്യായാമ മുറകൾ ചെയ്യിപ്പിച്ച ശേഷം മദ്യം നൽകിയെന്ന വിദ്യാർത്ഥി ആരോപിക്കുന്നു. മദ്യത്തിലെ വിഷാംശമാകാം വൃക്ക തകരാറിന് കാരണമായതെന്നും ഡോക്ടർമാർ പറഞ്ഞു. സംഭവത്തിൽ 8 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കോട്ടയം നാട്ടകം പോളിടെക്നിക്കിലെ 1ാം വർഷ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥിയായ അവിനാശാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇക്കഴിഞ്ഞ 2-ാം തീയതി രാത്രി സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി റാഗിംഗ് നടത്തിയെന്നാണ് പരാതി. വെള്ളിയാഴ്ചകളിൽ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്ന ജൂനിയേഴ്സിനെ സിനിമ കാണാനെന്ന പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ തടഞ്ഞു നിർത്തി. രാത്രിയായതോടെ പീഡനം ആരംഭിച്ചു. സിറ്റപ്പ് 50 ചെയ്യാൻ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ പുഷപ്പ് ചെയ്യാൻ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ഓടാൻ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ നിലത്തോടെ ഇങ്ങനെ ഇഴയാൻ പറഞ്ഞു. 3 മണി വരെ കണ്ടിന്യൂ ചെയ്തു. കഠിനമായ വ്യായാമമുറകൾ ചെയ്യിപ്പിച്ച് അവശരാക്കിയ ശേഷം അശ്ലീല ഗാനം കാണാതെ പഠിച്ചാലേ തിരികെ വിടുവെന്ന ശാഠ്യത്തിൽ അതും അനുസരിച്ചു. തുടർന്ന് നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചു. എല്ലാവരെ കൊണ്ട് നിർബന്ധമായിട്ട് മദ്യം കഴിപ്പിച്ചു. കുറേ പേര് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം വീട്ടിലെത്തിയ അവിനാശിന് കഠിനമായ വേദനയും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതോടെയാണ് ചികിത്സ തേടിയത്. വൃക്കയ്ക്ക് ഗുരുതരമായ തകരാർ സംഭവിച്ചതിനാൽ 3 തവണ ഡയാലിസിസ് നടത്തി. മദ്യത്തിലൂടെ വിഷവസ്തുക്കൾ ഉള്ളിലെത്തിയതാകാം വൃക്കയ്ക്ക് തകരാർ സംഭവിക്കാൻ കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സീനിയർ വിദ്യാർത്ഥികളായ അഭിലാഷ്, മനു, റെയ്സൺ, ജെറിൻ, സരൺ, പ്രവീൺ, ജയപ്രകാശ്, നിതിൻ എന്നിവർക്കെതിരെ അവിനാശിന്റെ അച്ഛൻ ശിവദാസൻ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. IFFKയിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ഈജിപ്ഷ്യൻ സിനിമ ക്ലാഷും മലയാള ചിത്രം മാൻഹോളും. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ഈജിപ്ഷ്യൻ രാഷ്ട്രീയ ചിത്രമായ ക്ലാഷ് നേടി. മികച്ച നവാഗത സംവിധായികയ്ക്കുള്ള രജത ചകോരത്തിന് വിധു വിൻസെന്റ് അർഹയായി. മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരവും മാൻഹോൾ നേടി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയത് കമ്മട്ടിപ്പാടമാണ്. പെരുമ്പാവൂർ പാണിയലിപ്പോരിൽ വെള്ളച്ചാട്ടത്തിൽ 4 പേർ മുങ്ങി മരിച്ചു. പാണിയലിപ്പോരിലെ റിസോർട്ട് ഉടമയായ ബെന്നി, വയനാട് സ്വദേശി അനുപം, ഉത്തർപ്രദേശ് സ്വദേശി ആദിത്യ പട്ടേൽ, ബീഹാർ സ്വദേശി അനുധവ് ചന്ദ്ര എന്നിവരാണ് മരിച്ചത്. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ബെന്നിയുടെ മകൾക്കൊപ്പം പഠിക്കുന്നവരാണ് അപകടത്തിൽപ്പെട്ട അനുപം, ആദിത്യ പട്ടേൽ, അനുധവ് എന്നിവർ. കേരളത്തിലേക്ക് അവർ ടൂർ വന്നതായിരുന്നു. കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട ഇവരെ രക്ഷിക്കാനിറങ്ങിയതായിരുന്നു ബെന്നി. 4 പേരുടെയും മൃതദേഹങ്ങൾ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശബരിമല പാണ്ടിത്താവളത്ത് തീർത്ഥാടകർക്ക് കുടിക്കാനായി ഒരുക്കിയ ശുദ്ധീകരണ കുടിവെള്ള വിതരണ പൈപ്പിലെ ജലത്തിൽ പുഴുക്കൾ. ആരോഗ്യത്തിന് ഹാനികരമായ പുഴുക്കളെക്കുറിച്ച് തീർത്ഥാടകർ പരാതി നൽകിയിട്ടും നടപടിയില്ല. സന്നിധാനത്തെ കുടിവെള്ള ടാങ്കുകളെല്ലാം വൃത്തിഹീനമാണെന്ന് ആക്ഷേപമുണ്ട്. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന സന്നിധാനത്ത് തീർത്ഥാടകർക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ സ്ഥാപിച്ച ശുദ്ധീകരണ ടാങ്കിലാണ് അപകടമാം വിധത്തിലുള്ള വിരകളെ കണ്ടെത്തിയത്. പ്രതിദിനം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഉപയോഗിക്കുന്ന വെള്ളത്തിലാണ് ആരോഗ്യത്തിന് ഹാനികരമായ വിരകളെ കണ്ടെത്തിയത്. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ശുദ്ധീകരണ സംവിധാനത്തിലെ അപാകതകളിലേക്കാണ് പാണ്ടിത്താവളത്തെ കുടിവെള്ള ടാങ്കിൽ നിന്ന് ലഭിച്ച വിരകൾ വിരൽ ചൂണ്ടുന്നത്. ദാഹിച്ചെത്തിയ തീർത്ഥാടകരാണ് ഇവയെ കണ്ടെത്തിയത്. ആരോഗ്യവകുപ്പിനെ അറിയിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്നും തീർത്ഥാടകർ പറയുന്നു. രാവിലെ വന്നിട്ട് വെള്ളം കുടിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ക്ലിയറുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാ ഭക്തന്മാരും ഇവിടെ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഈ വെള്ളത്തിലാണ് ഇത്രയും വലുപ്പമുള്ള പുഴുക്കളെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റി ഇപ്പോൾ ഹെൽത്തിൻ്റെ ആളുകളോട് നമ്മൾ വിളിച്ചു പറയേണ്ട 1 മണിക്കൂറത്തെ 2 മണിക്കൂർ നേരമായിട്ടുണ്ട്. ആരും ഒന്നും എത്തിപ്പെടാനോ ഒന്നിനും ഇവിടെ ആരും തുനിഞ്ഞിട്ടില്ല. കോടികൾ മുടക്കി ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി സന്നിധാനത്ത് നിർമ്മിച്ചിരിക്കുന്ന പല പദ്ധതികളും നിർമ്മാണത്തിലെ അപാകതയും അശാസ്ത്രീയതയും മൂലം പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ശുദ്ധജല പദ്ധതിയിൽ നിന്നും ആരോഗ്യത്തിന് ഹാനികരമുണ്ടാക്കുന്ന വിരകളെ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, ശബരിമല.